1931 ഫൗണ്ട് ചെയ്ത ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, റഷ്യയിലെ മോസ്കോ തൊട്ടടുത്ത സറാൻസ്കിലുള്ള മൊർഡോവിയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ അവിടെ യൂണിവേഴ്സിറ്റി പോയി സ്റ്റുഡൻസിനെ കൂടെ ഒക്കെ ഇരുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ റീസെൻ്റ്ലി ഞാൻ നാട്ടിൽ വന്ന സമയത്ത് നമ്മളെ കോഴിക്കോടുള്ള ബീച്ച് ഹോസ്പിറ്റലിൽ അവിടെ ഒരു ഡോക്ടറെ ഞാൻ കണ്ടു. കാരണം അവിടെ പഠിച്ചിറങ്ങിയ ഒരു സ്റ്റുഡൻ്റാണ്. പുള്ളിയോട് ഞാൻ കുറേ നേരം സംസാരിച്ച സമയത്ത് പുള്ളി പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് കേരളത്തിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലും, എനിക്ക് തോന്നുന്നു 14 ജില്ലകളിലും കുട്ടികൾ പഠിച്ചിറങ്ങി വന്നിട്ട് FMG പാസിങ് ക്ലിയർ ചെയ്തതിന് ശേഷം, FMG ടെസ്റ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം അവിടെ മെഡിക്കൽ കോളേജിൽ, കൊല്ലം മെഡിക്കൽ കോളേജിൽ, കൊച്ചിൻ പല ഹോസ്പിറ്റലിൽ, അതേപോലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ, ഇങ്ങനെ പല മെഡിക്കൽ കോളേജുകളിലും അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലും ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം 124 കുട്ടികൾ കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കരമായിട്ട് അതിശയമായിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അവിടെ യൂണിവേഴ്സിറ്റി പോയ സമയത്ത് ഒരുപാട് കുട്ടികൾ, മലയാളി കുട്ടികളും ഇന്ത്യൻസും പിന്നെ പുറത്തുനിന്നുള്ള 1, 2, 3 രാജ്യത്തിലുള്ള കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. ഒരുപാട് രാജ്യത്തിലുള്ള കുട്ടികളൊന്നും പഠിക്കുന്നില്ല. പക്ഷേ ഇന്ത്യൻസ് അവിടെ ഭയങ്കര ഹാപ്പിയാണ്. കേരളൈറ്റ്സിനെ കണ്ട സമയത്തും, കാരണം അവരെല്ലാവരും ഭയങ്കര അക്കാഡമിക്സിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ റീസെൻ്റ്ലി ഇത് കണ്ടപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് ഇലാബറേറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. സോ നമ്മൾ ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ MBBS ഇപ്പം ഏകദേശം 11 years ആയിട്ട് MBBS അബ്രോഡിൽ ഞാൻ കുട്ടികളെ കൂടെ പോകുന്നതും അല്ല കുട്ടികളെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നതും അവർക്ക് വേണ്ട ഇൻഫർമേഷൻ പറഞ്ഞു കൊടുത്തിട്ടും ആ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഇതിനെക്കുറിച്ച് മൊർഡോവിയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, അതൊരു നാഷണൽ റിസർച്ച് യൂണിവേഴ്സിറ്റിയും കൂടിയാണ്. സോ ഇതിനെക്കുറിച്ച് എലാബറേറ്റ് ചെയ്തിട്ട് കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ള ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അത് എങ്ങനെയാണ് ഫൗണ്ട് ചെയ്തത്, അതിന് എന്തൊക്കെയാണ് അക്രഡീഷൻസ് ഉള്ളത്, അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, ഹോസ്റ്റൽ അല്ലെങ്കിൽ ലൈഫ് ഇൻ മൊർഡോവിയ എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കി നോക്കാം. സോ 1931 സറാൻസ്കിൽ WHO അണ്ടറിൽ വരുന്ന ഫെയ്മർ ID ഉള്ള ഒരു നാഷണൽ റിസർച്ച് യൂണിവേഴ്സിറ്റിയായ മൊർഡോവിയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് കേരളൈറ്റ്സും ഒരുപാട് ഇന്ത്യൻസും പഠിക്കുന്നുണ്ട്. അവിടുത്തെ ഏറ്റവും നല്ല ക്ലിനിക്കൽ എക്സ്പോഷറാണ് കുട്ടികളെ ഇത്രയും 124 കുട്ടികളെ നാട്ടിൽ ഡോക്ടേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. സോ ഈ ക്ലിനിക്കൽ എക്സ്പോഷേഴ്സും കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോയപ്പോൾ ലാബുകളും അവിടുത്തെ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഡെഡ് ബോഡീനെ അവർ ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് എക്സ്പോഷർ കിട്ടുന്നുണ്ട് ഡെഡ് ബോഡീസിലൂടെ പഠിക്കാനും അത് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ തന്നെ. അതുപോലെ തന്നെ ഓരോ ടീച്ചേഴ്സും സ്റ്റുഡൻസിനായിട്ട് അത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ഓരോ ലെസൺസിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ ക്ലാസ്സസ് പോലും അവർ മിസ്സാക്കാതെ ടീച്ചേഴ്സിനായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഇതുകൊണ്ടും ടീച്ചേഴ്സിൻ്റെ അടുപ്പം കൊണ്ടും, കാരണം പല ടീച്ചേഴ്സും എനിക്ക് തോന്നുന്നു അവിടെ പഠിപ്പിക്കുന്ന പല ടീച്ചേഴ്സും പുറത്തുള്ള ഹോസ്പിറ്റൽസിലൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. അപ്പം അവിടെയൊക്കെ നല്ല കേസസ് ഒക്കെ വന്ന സമയത്ത്, ഞാൻ അവിടെ പോയ സമയത്ത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, ഐ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കുട്ടികൾക്ക് ഇനീഷ്യലി അവിടെ ഡയറക്റ്റ് പേഷ്യൻസിനെ, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും കുട്ടികൾ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ തന്നെ മലയാളി കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അവിടുത്തെ. അപ്പം ഐ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന ഇവിടുത്തെ ലെക്ചേഴ്സ് അവരെ അവിടുത്തെ ഡയറക്റ്റ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനുള്ളൊരു അവർക്ക് ഒരു അവസരം കൂടി കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ എസ്പെഷ്യലി റഷ്യയിൽ എന്ന് പറയുന്നത് പല യൂണിവേഴ്സിറ്റികളിലും ചില ഏരിയകളിലൊക്കെ ആൾക്കാർക്ക് പേഷ്യൻസ് നമ്മൾ തൊടാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ള അങ്ങനെയുള്ള സിറ്റുവേഷൻസും സ്റ്റുഡൻസ് നമ്മളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു മുന്നേ പല യൂണിവേഴ്സിറ്റികളിൽ. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത്. ടീച്ചേഴ്സും ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലിയും കൂടിയാണ്. ക്യാമ്പസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും, അതായത് ഒരുപാട് ബിൽഡിങ്സ് ആണ് അവിടെയും ഇവിടെയായിട്ട്, ഒരുപാട് ബിൽഡിങ്സും ജനറൽ ഹോസ്പിറ്റൽസും അതേപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സും, ഇങ്ങനെ ഒരു ചിതറി കിടക്കുന്ന ക്യാമ്പസ് ആണെന്ന് തന്നെ പറയാം. അത്രയും വലുപ്പമുണ്ട്. പിന്നെ നിങ്ങൾക്ക് പണ്ടത്തെ റഷ്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ കാണാൻ പറ്റുമല്ലോ. അതായത് അത്രയും ഓൾഡ് യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ 2016 MBBS ഇംഗ്ലീഷ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇപ്പം ഏകദേശം 11 വർഷം കഴിഞ്ഞ്, അതായത് ഏകദേശം 5 ബാച്ച് അവിടെ നിന്ന് ഔട്ടായി. അതുകൊണ്ടാണ് 124ഓളം കുട്ടികൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടുത്തെ ഏറ്റവും നല്ല വലിയ വലിയ ലെക്ചർ ഹാൾസും അതേപോലെ തന്നെ അവിടെ സ്പോർട്സും ജിംസും അവിടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരെ കഡാവറിൻ്റെ ഇത് നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചൊരു സംഭവമുണ്ട്. കഡാവർ അത്രയും നല്ല രീതിയിൽ എക്സ്പോഷർസ്, ഒരു കഡാവേഴ്സ് അല്ല ഉള്ളത്, പല പല കഡാവേഴ്സിനെ അതിലൊരു പ്രോസസ്സ് പറയുന്നുണ്ടായിരുന്നു. ഈ കഡാവേഴ്സ് സൂക്ഷിക്കാൻ വെക്കുന്ന പല രീതിയിലുള്ള പ്രോസസ്സും കഴിഞ്ഞിട്ട് അവർ സൂക്ഷിക്കുന്നുണ്ട്. അവിടുത്തെ ഞാൻ ലാബ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഒരു പ്രൊഫസർ പറഞ്ഞൊരു കാര്യമുണ്ട്, ദിസ് ഇസ് ലൈക്ക് ലംബോർഗിനി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഫെരാരി എന്നുള്ള, കാരണം അത്രയും എക്സ്പെൻസീവ് ആണ് ഈ സാധനങ്ങളൊക്കെ. കാരണം അവർ ആ രീതിയിലാണ് അതിനെ സൂക്ഷിച്ചിട്ട് വെച്ചിട്ടുള്ളത്.
അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിൻ്റെ തൊട്ടടുത്ത് വോക്കബിൾ ഡിസ്റ്റൻസ് ആണ് പല ഹോസ്പിറ്റൽസും. അവരെ ജനറൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഐ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അവർ അണ്ടറിൽ വരുന്ന ക്ലിനിക്സ് ഒക്കെ വോക്കബിൾ ഡിസ്റ്റൻസ് ആണ്. പല രാജ്യങ്ങളിലും കുട്ടികൾ പഠിക്കാൻ പോകുന്ന സമയത്ത് എസ്പെഷ്യലി ഈ മഞ്ഞൊക്കെ ഉള്ള സമയത്ത് കുട്ടികൾക്ക് നടന്നു പോകാനും അല്ലെങ്കിൽ അവരുടെ പല പല ഡിപ്പാർട്ട്മെന്റിൽ പോകാൻ ഭയങ്കര മടിയായിട്ട് പല കുട്ടികളും ക്ലാസ്സസ് എന്ത് ചെയ്യാറുണ്ട്, മിസ് ചെയ്യാറുണ്ടായിരുന്നു. സോ ഇവിടെ സംബന്ധിച്ചോളം എല്ലാ ബിൽഡിങ്സും അടുത്തടുത്തായതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുഴപ്പങ്ങളില്ല എന്ന് പറയാം. ഒരു ഏറ്റവും നല്ല ഒരു റിസർച്ച് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ പല റിസർച്ച് പ്രോസസ്സും അവിടെ നടക്കാറുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, നമുക്ക് കോവിഡിൻ്റെ വാക്സിനൊക്കെ ആദ്യം കണ്ടുപിടിച്ചത് റഷ്യയാണ്. കാരണം ഇതേപോലെ റിസർച്ച് യൂണിവേഴ്സിറ്റികളാണ് ഇങ്ങനത്തെ റിസർച്ചിനുള്ള ഫണ്ടിങ്ങും പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം മെഡിക്കൽ റിസർച്ച് ഒരുപാട് നടക്കുന്ന യൂണിവേഴ്സിറ്റിയും കൂടിയാണ് മോൾഡോവിയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഇയർ മുതൽ അവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. കാരണം നമുക്ക് അവിടെ ഇന്ത്യൻ ഫുഡ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ടീച്ചേഴ്സ് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സാണ്. ഞാൻ അവിടെ നിന്ന് ഒരു സർജനെ കണ്ടിട്ടുണ്ടായിരുന്നു, ബ്രിട്ടീഷ് ബേസ്ഡ് സർജനാണ്. പുള്ളി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും അവിടെ ഉപയോഗിക്കുന്ന പുതിയ പുതിയ മെഷീനറീസും ടെക്നോളജി വൈസായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുള്ള പല മെഷീനറീസ് ഉണ്ട്. സാർ ഈ കാണുന്ന മെഷീനറീസ് തന്നെ പല രീതിയിൽ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ വലിയ രീതിയിലുള്ള പ്രൈസിംഗ് ആണ് പുള്ളി പറയുന്നുണ്ടായിരുന്നു. ഈ പുള്ളിയാണ് അവിടുത്തെ മെയിൻ സർജൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത്രയും അധികം ഇന്ത്യൻ സ്റ്റുഡൻസും മലയാളി സ്റ്റുഡൻസും ഉണ്ടായതുകൊണ്ട് തന്നെ അവിടുത്തെ ഇന്ത്യൻ സ്റ്റുഡൻസ് യൂണിയൻ ഭയങ്കര രീതിയിൽ എല്ലാ കൾച്ചറൽ ഇവൻറ്റ്സും നല്ല രീതിയിൽ അവിടെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. സോ പല പല പരിപാടികളും ഓണായാലും ശരി, ഇനി അതേപോലെ തന്നെ ക്രിസ്മസ് സെലിബ്രേഷൻസും ന്യൂ ഇയർ സെലിബ്രേഷൻസും കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. കുട്ടികൾ എപ്പോഴും ചോദിക്കാറുണ്ട്, പുറത്ത് പോയി പഠിക്കും നമുക്ക് ആ ഒരു കോളേജ് ലൈഫ് കിട്ടാറുണ്ടോ, അല്ലെങ്കിൽ കാരണം ഇവിടെ അത്രയും സ്റ്റുഡൻസ് ഇന്ത്യൻ ബേസ്ഡ് സ്റ്റുഡൻസ് ഉണ്ടായതുകൊണ്ട് ആ ഒരു കൾച്ചറൽ ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഫാർ അവേ ഫ്രം ഹോം എന്നുള്ള ഒരു ഫീല് അധികം ഉണ്ടാവില്ല. എന്തായാലും നിങ്ങൾ വീട് വിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്ക് വീടും കാര്യങ്ങളൊക്കെ മിസ്സാവും. ബട്ട് നിങ്ങൾക്ക് അതിനൊക്കെ ഒരു ലിമിറ്റ് വരെ ഇങ്ങനത്തെ കൾച്ചറൽ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സഹായമാകും. കഴിഞ്ഞ തവണ ഞാൻ അവിടെ പോയ സമയത്ത് എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റി നേരെ മുന്നിൽ തന്നെ, കാരണം വലിയ സ്റ്റേഡിയമില്ല, കാരണം അവരുടെ സ്പോർട്സ് കോംപ്ലക്സ് ആണ്. അപ്പം ഒരു കുട്ടീനെ അവിടെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ അവിടുത്തെ എനിക്ക് തോന്നുന്നു ഫുട്ബോൾ ടീമോ സംതിങ് അതിൽ ഭയങ്കരമായിട്ട് അവൻ പറയുന്നുണ്ടായിരുന്നു. അതിനൊക്കെ യൂണിവേഴ്സിറ്റി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും യൂണിവേഴ്സിറ്റി. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ സത്യം പറഞ്ഞാൽ അത് വിചാരിച്ചത് അത് വേറൊരു സ്റ്റേഡിയം ആയിരിക്കും, അത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ്. സോ എല്ലാ രീതിയിലുള്ള ആക്ടിവിറ്റീസിനും സ്പോർട്സ് ആക്ടിവിറ്റീസിനും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്കറിയാൻ പറ്റും സറാൻസ്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു വലിയ സിറ്റിയാണ്. അതായത് എല്ലാ നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റിൻ്റെ മെയിൻ ബിൽഡിംഗ് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമുക്കൊക്കെ ആക്സസ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉള്ളോട്ട് പോകുന്നതും പുറത്തൊക്കെ വരുന്നത്. പക്ഷെ അതൊരു വലിയൊരു ക്ലോക്ക് ടവർ പോലത്തെ ഒരു മെയിൻ ടവർ ബിൽഡിംഗ് ആണ് ആ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നതിന്. അപ്പം എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളുണ്ട്. അതും മിഡ് ടൗണിൽ തന്നെയാണ് യൂണിവേഴ്സിറ്റി വരുന്നത്. പിന്നെ നേരെ ഓപ്പോസിറ്റ് എനിക്ക് അവിടെ ഒരു ഭയങ്കര ഒരു ഫുഡ് ഹബ്ബ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വിസിറ്റ് ചെയ്യുന്ന സമയത്ത് റംസാൻ ആയിരുന്നു. പക്ഷേ ഈവൻ നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വൈകിട്ട് അവിടെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കൂടെ കഴിഞ്ഞ പ്രാവശ്യം ഗബ്രീൻ ജാസ്മിനൊക്കെ ഉണ്ടായിരുന്നു, നമ്മളെ ഇൻഫ്ലുവൻസേഴ്സ് ആയവർ. അപ്പം അവരും നല്ല രീതിയിൽ ഫുഡ് അവിടെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഷവർമ, അവിടുത്തെ അറബിക് ഫുഡ്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. ഇഷ്ടം പോലെ എന്നല്ല, മീൻസ് ആ താഴത്തൊക്കെ നമ്മൾ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് അവിടെ കുക്ക് ചെയ്ത് കഴിക്കാൻ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് കുട്ടികൾ പല ആൾക്കാരും ഹോസ്റ്റലിൽ വിട്ടിട്ട് അപ്പാർട്ട്മെന്റ്സിലോടൊക്കെ മാറാറുണ്ട്. സോ നമ്മൾ അപ്പാർട്ട്മെന്റ്സിലോട്ട് പോയിട്ടും കുട്ടികളെ കൂടെ കുക്ക് ചെയ്ത വീഡിയോ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോകുന്ന സമയത്ത് ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞു ലംബോഗിനി അല്ലെങ്കിൽ ഫെറാറി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സ്പെസിമെൻസിനെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിനൊരു വലിയ മ്യൂസിയം പോലെയാണ് അവർ കൊണ്ടുനടക്കുന്നത്. അതൊരു ലാബാണ് ആക്ച്വലി. അപ്പം അതിലൊരുപാട് സ്പെസിമെൻസ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് അത്രയും കുട്ടികൾക്ക് പഠിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. അതിനെന്തൊരു പ്രോസസ്സ് ഉണ്ട്, പ്ലാസ്റ്റിമേഷൻ സംതിങ്, എന്താ എനിക്ക് എൻ്റെ കറക്റ്റ് പേരറിയില്ല, അന്ന് പറഞ്ഞതായിട്ട് ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പം അതിനെ പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ്. അപ്പം അതിലൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, കാരണം യൂണിവേഴ്സിറ്റിക്ക് നല്ല രീതിയിൽ ഫണ്ടിങ് വരുന്നുണ്ട്, കാരണം അതൊരു റിസർച്ച് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ടാണ്. സോ ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് എലാബറേറ്റ് ചെയ്ത് പറയാനുള്ള ഒരുപാട് വിശേഷങ്ങൾ എനിക്ക് പറയാനുണ്ട്. ബട്ട് മോൾഡോവിയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ലെവലിൽ ഒരു ഫീസ് സ്ട്രക്ചർ വരും. കാരണം എല്ലാ വർഷവും ഫീസിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. സോ ഇപ്രാവശ്യത്തെ അപ്ഡേറ്റഡ് ഫീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഈ മോൾഡോവിയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനും അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികളെ കണക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മളെ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡു സബ്സ്ക്രൈബ്. കാരണം ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോ അതുപോലെ തന്നെ MBBS ആസ്പിരൻസിനുള്ള ഒരു സീരീസ് ഓഫ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റഡി അബ്രോഡിന് ഒരുപാട് ഡെസ്റ്റിനേഷൻസിലോട്ടുള്ള നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് പല യൂണിവേഴ്സിറ്റിയിലും പല കൺട്രീസിലായിട്ട് നമ്മൾ സ്റ്റുഡൻസിനെ വിട്ടിട്ടുണ്ട്. സോ ഇതുപോലുള്ള ഒരുപാട് ഡീറ്റെയിൽസും വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ ഞങ്ങളെ ഗ്രാഡിക്സിനെ കോൺടാക്ട് ചെയ്യാം. അതുമാത്രമല്ല ഗ്രാഡിക്സ് നിങ്ങളെ കംപ്ലീറ്റ് ജേർണിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും.
അതായത് നിങ്ങളുടെ ഇനീഷ്യൽ അഡ്മിഷൻ പ്രോസസ്സ് മുതൽ നിങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്ത് അവിടുത്തെ വേണ്ട പോസ്റ്റ് ലാൻഡിങ് സപ്പോർട്ട്സും കാര്യങ്ങളും നിങ്ങൾ അവിടെ എത്തി പഠനം കഴിയുന്നത് വരെയുള്ള എല്ലാ രീതികളും. കാരണം ഓരോ കുട്ടികൾക്കും ഇപ്പം ഇതിനെക്കുറിച്ചുള്ള ഗുഡ് സൈഡ്സും ബാഡ് സൈഡ്സും പറയാനുണ്ടാവും. അതായത് നിങ്ങൾക്ക് അവിടുത്തെ ഗുഡ് സൈഡ്സ് എന്താണ്, അവിടുത്തെ ബാഡ് സൈഡ്സ് എന്താണ്, നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണ്, അതിനനുസരിച്ച് നിങ്ങളുടെ മാർക്ക് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ഞങ്ങൾ ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിന് ഒരു ഇന്ന യൂണിവേഴ്സിറ്റി ഓപ്ഷൻസ് എടുത്തോളൂ, അല്ലെങ്കിൽ ഇത്രയും അധികം ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്നത്. സോ ഏതൊരു യൂണിവേഴ്സിറ്റി ആണെങ്കിലും അവിടുത്തെ ഗുഡ് സൈഡ്സും ബാഡ് സൈഡ്സും മനസ്സിലാക്കി ആ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ എപ്പോഴും കുട്ടികൾക്ക് അതിനെക്കുറിച്ച് റെഫർ ചെയ്ത് പറഞ്ഞു കൊടുക്കാറുള്ളത്. സോ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലൊരു വീഡിയോയിൽ പിന്നീട് കാണാം. അതുവരെ ബൈ.